ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ മൗൻരാഗം എപ്പിസോഡുകൾ ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അല്ലേ? അങ്ങനെ നമ്മുടെ പ്രകാശൻ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. മോളെ, എന്താണ് കല്യാണിയെ വിളിച്ചിട്ട് കിട്ടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞതിന് ശേഷം കല്യാണി എന്നെ ഒന്ന് വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു, തിരക്കാണ് ചേച്ചി, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ വെച്ചു. പിന്നെ എന്തിനാണ് അവൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതെന്ന് വീണ്ടും പ്രകാശൻ ചോദിക്കുകയാണ്. തിരക്കായിരിക്കും, മറ്റുള്ളവർ വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും കല്യാണി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്. അച്ഛൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അല്ല, എന്നാലും കല്യാണി എന്നെ വിളിക്കാതിരിക്കില്ലല്ലോ, എപ്പോഴെപ്പോഴും എന്നെ വിളിക്കുന്നതാണ് കല്യാണി. അവളുടെ വിളി വരാത്തത് കൊണ്ട് മനസ്സിന് വല്ലാത്തൊരു വേദന മോളെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് പോലെ അല്ല, ഇനിയിപ്പോൾ അവൾക്ക് തിരക്കാണെങ്കിൽ നമുക്ക് ടൂർ അങ്ങോട്ട് മാറ്റി വെച്ചാലോ എന്ന് ചോദിക്കണം. അത് പിന്നെ ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു ടൂർ നമുക്ക് മാറ്റി വെച്ചാലോ എന്ന്, കല്യാണിയെ വിളിക്കണ്ട എന്ന്. അത് പിന്നെ എന്താ പറയാതെ മോള് മാറ്റി വെച്ചത്? അച്ഛനോട് അപ്പം തന്നെ മോൾക്ക് തുറന്നു പറയായിരുന്നില്ലേ എന്തുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ വിശദമായിട്ട് തന്നെ പ്രകാശൻ ചോദിക്കുകയാണ്. അത് പിന്നെ പിന്നെ ദിലീപേട്ടൻ വരുമല്ലോ, ദിലീപേട്ടൻ വരുമ്പോൾ ദിലീപേട്ടനോട് ചോദിക്കാമല്ലോ. അല്ല, ഞാൻ പറയുന്നതേ, എനിക്കും അച്ഛനും ദിലീപേട്ടനും കൂടി ഒന്ന് പുറത്തേക്കൊന്ന് പോയാലോ, എന്നിട്ട് നമുക്ക് അടിച്ചു പൊളിച്ചാലോ എന്നൊക്കെ ചോദിക്കണം. വേണ്ട, കല്യാണിയെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഒരു സുഖമില്ല മോളെ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പോകാൻ തോന്നില്ല. അല്ല, ഏതായാലും കല്യാണി വരട്ടെ, കല്യാണി വന്നിട്ട് കല്യാണിയും കൂടി കൂട്ടി നമുക്ക് പോയാൽ മതി. അവൾക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മോടൊപ്പം ഒന്ന് വരാനും ചുറ്റിക്കറങ്ങാനും ഒക്കെ അവൾക്കും ആഗ്രഹം ഉണ്ടാകുമല്ലോ മോളെ എന്നൊക്കെ പറയാണ്. ശരി അച്ഛൻ ഏതായാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കല്യാണി പെട്ടെന്ന് തന്നെ വരുമല്ലോ, അവൾ വന്നാൽ മതി മോളെ. ഇനി അവൾക്ക് എന്തെങ്കിലും ആപത്ത് വല്ലതും എന്താ ചെയ്ത് അങ്ങനെ കല്യാണിക്ക് ആപത്ത് പറ്റിയെങ്കിൽ ഞങ്ങളെന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കോ? അച്ഛൻ അനാവശ്യമായ ചിന്തകളൊന്നും വേണ്ട, അച്ഛൻ സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക അവിടെ നിന്ന് എണീറ്റ് നേരെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ പ്രകാശൻ എന്തൊക്കെയോ സംശയം തോന്നി. ദൈവമേ, ഈ മോള് എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടല്ലോ, എൻ്റെ കല്യാണി മോൾക്ക് ഇനി എന്തെങ്കിലും ആപത്ത് പറ്റുമോ? എൻ്റെ ഭഗവാനെ, അങ്ങനെയൊന്നും ഒരു ആപത്തും പറ്റില്ല എൻ്റെ കല്യാണി മോൾക്ക് എന്നിങ്ങനെ പ്രകാശൻ ചിന്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ കാർത്തികയും ലക്ഷ്മിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. എൻ്റെ പൊന്നമ്മ, അച്ഛൻ എന്നോട് ഓരോരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണിയെക്കുറിച്ച്. എങ്ങനെ അച്ഛൻ്റെ മുന്നിൽ നിന്ന് ഇതാവുന്നു മാത്രം എനിക്ക് മനസ്സിലാവും. എന്താ കല്യാണിയെ വിളിച്ചിട്ട് കിട്ടാത്തത് എന്നൊക്കെ അച്ഛൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേ, ഞാൻ അച്ഛനോട് എന്ത് മറുപടി പറയും? കല്യാണി ICU കിടക്കാണ്, അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ എനിക്ക് അച്ഛനോട് പറയാനായിട്ട് പറ്റുമോ അമ്മേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ പ്രകാശൻ ഈ ഒരു കാര്യം കേൾക്കുന്നത്. ഇത് കേട്ട് പ്രകാശൻ ആകെ ചങ്ക് പൊട്ടൊരവസ്ഥയിലായി പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയും പറയാണ്, അതെ, പ്രകാശേട്ടനോട് ഈ സത്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ, അദ്ദേഹത്തിന് അറ്റാക്ക് വന്നതല്ലേ, അതുകൊണ്ട് നമുക്കിനി ആ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ലല്ലോ മോളെ. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഏതായാലും ഇന്നും കല്യാണി വന്നില്ലെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും ചോദിക്കും. അങ്ങനെ അച്ഛനോട് സത്യാവസ്ഥ പറയേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. ICU പോയി കാണാനും പറ്റില്ലോ. എനിക്ക് കല്യാണിയുടെ അവസ്ഥ കണ്ടിട്ടാണ് എനിക്ക് കാണാൻ പോലും പോകാൻ പറ്റാതെ ഞാനിവിടെ ഇരിക്കുന്നത് മോളെ. എനിക്ക് സഹിക്കാൻ പറ്റില്ല ആ കുട്ടിയുടെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ മോളെ എന്നൊക്കെ ലക്ഷ്മി പറയാ. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ പ്രകാശൻ കാലി തുള്ളി ആകെ വല്ലാത്തൊരവസ്ഥയിൽ നേരെ അവരുടെ മുന്നിലേക്ക് വരിക. പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഞെട്ടിപ്പോയി. ഇവരവിടെ നിന്ന് ചാടി എണീക്കണം. എന്താ ലക്ഷ്മി പറഞ്ഞത്? കാർത്തിക മോളെ, എന്താ പറഞ്ഞത്? നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞതെന്ന്? എൻ്റെ കല്യാണി മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞോ, എൻ്റെ കല്യാണി മോൾക്ക് എന്താ സംഭവിച്ചത്? അത് പിന്നെ ഒന്നുമില്ല. വേണ്ട, ഇനിയും വീണ്ടും എന്നോട് കള്ളം പറയാൻ നോക്കരുത് നിങ്ങൾ. എൻ്റെ കല്യാണി മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടല്ലോ, ICUവിൽ നിന്നോ എന്തൊക്കെയോ പറയുന്നത്. പിന്നെ ലക്ഷ്മി ICU പോയി കല്യാണിയെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടല്ലോ. പറ, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് മറച്ചു വെച്ചത്? എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. അത് പിന്നെ പാറ മോളെ, ഇനിയും എന്നോട് മറച്ചു വെക്കണ്ട. അത് പിന്നെ കല്യാണിക്കൊരു അപകടം പറ്റി സൈഡിൽ വെച്ച് കുത്തേറ്റു എന്ന് പറയണത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പ്രകാശ് ഞെട്ടിപ്പോണം. എന്താ, കുത്തേറ്റുന്നോ? അതെ ആ ബഗാസുരനില്ലേ, അയാള് പരോളിന് ഇറങ്ങിയായിരുന്നല്ലോ. ആ സമയത്ത് കല്യാണിയെ തേടി അയാൾ സൈഡിലേക്ക് പോയായിരുന്നു. കല്യാണിയെ കണ്ടതും അയാള് കല്യാണിയുടെ പള്ളക്ക് കത്തി കയറ്റിയെന്ന കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്
അച്ഛ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പ്രകാശൻ നെഞ്ചത്തിങ്ങനെ കൈ വെച്ച് അവിടെ അങ്ങോട്ട് ഇരുന്ന് പോകണം. അച്ഛ അച്ഛ എന്ത് പറ്റി അച്ഛാ? അച്ഛ ഇതുകൊണ്ട് അച്ഛനോട് സത്യങ്ങളൊന്നും ഞങ്ങൾ തുറന്ന് പറയാതിരുന്നത്. അച്ഛൻ എന്തെങ്കിലും ആപത്ത് പറ്റുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. 2 പ്രാവശ്യം അറ്റാക്ക് വന്നല്ല അച്ഛ, എനിക്ക് പേടിയാവുന്ന അച്ഛ എന്ന് പറയാണ്. എന്ന് വിചാരിച്ച് എൻ്റെ അസുഖത്തെക്കുറിച്ചാണോ നിങ്ങൾക്ക് ചിന്ത? എൻ്റെ കല്യാണി മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കത് താങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ഇതൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയാം. അച്ഛാ, എൻ്റെ കല്യാണി മോൾക്ക് ഇപ്പം എന്താ സംഭവിച്ചത്? എൻ്റെ കല്യാണി മോൾക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അച്ഛാ കുഴപ്പമൊന്നുമില്ല അച്ഛാ, കല്യാണി മോൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കല്യാണി ഐസിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ലക്ഷ്മി പറഞ്ഞത് എന്താ? ആ ഐസിയു പോയി കല്യാണിയെ കാണാൻ പറ്റില്ല, അവളൊരവസ്ഥ കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെയല്ലേ ലക്ഷ്മി പറഞ്ഞത്. അപ്പോൾ അവക്ക് വലിയൊരു ആപത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. പറ, എന്താ എൻ്റെ മോൾക്ക് സംഭവിച്ചത്? അപ്പോൾ ലക്ഷ്മിയാണെങ്കിൽ അയ്യോ ഇല്ല, എനിക്ക് പിന്നെ കല്യാണി ആ ഒരു അവസ്ഥയിൽ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അപ്പോഴേക്കും പ്രകാശനാണെങ്കിൽ ഇനി ഞാനിവിടെ ഒരു നിമിഷം നിൽക്കുന്ന പ്രശ്നമില്ല, ഞാൻ പോവാണ്. നിങ്ങൾ ഏത് ഹോസ്പിറ്റലാന്ന് പറഞ്ഞാൽ മതി. ഇനി ഹോസ്പിറ്റലിൽ പറയൂല്ലോ നിങ്ങൾ, എങ്കിൽ പിന്നെ ഞാൻ കണ്ടുപിടിച്ചോളാം ഹോസ്പിറ്റലിൽ. എനിക്ക് ആരുടെ സഹായം വേണ്ട, എൻ്റെ കല്യാണിയെ എനിക്കിപ്പം തന്നെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഭയങ്കരമായിട്ടും ധൃതി പിടിക്കുക. അങ്ങനെ ലക്ഷ്മി പറയാണ്, മോളെ നീ അച്ഛൻ്റെ ഒപ്പം പോ, അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ആപത്ത് വരും, കൂടെ പോവും മോളെ. ശരി, ഞാൻ എന്നാൽ പോവാണ് അച്ഛൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തികയും പ്രകാശിൻ്റെ പിന്നാലെ ചെല്ലുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ കാദംബരിയെ കാണിക്കുകയാണ്. കാദംബരിയാണെങ്കിൽ ഐസിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങ് നിൽക്കുക. അപ്പോൾ ദേ പ്രകാശനും കാർത്തികയും കൂടി പാഞ്ഞു വരുന്ന രംഗമാണ് കാദംബരി കാണുന്നത്. അപ്പോൾ നമ്മുടെ പ്രകാശ് ചോദിക്കുകയാണ്, എൻ്റെ കല്യാണി മോൾ അവിടെ, എനിക്ക് കല്യാണി മോളെ കാണണം, അവൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അച്ഛനെ അറിഞ്ഞോ? ചേച്ചി അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞോ? ഇല്ല, ഞങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞതല്ല, അച്ഛൻ മറിഞ്ഞു നിന്ന് കേട്ടതാ, ഞങ്ങൾ സംസാരിക്കുന്നത് അച്ഛൻ കേട്ടു കാദംബരി എന്ന് പറയാണ്. കണ്ടോ, ഞാൻ കേട്ടത് കൊണ്ട് ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നോട് കള്ളം പറഞ്ഞ് കല്യാണിയെ മറച്ചു നിർത്തിയാനായിരുന്നു അല്ലേ? എന്തുകൊണ്ടാ കാദംബരി എന്നോട് സത്യം പറയാതിരുന്നത്? പറ കാദംബരി, എന്തുകൊണ്ടാ എന്നോട് സത്യം പറയാതിരുന്നത് എന്ന് ചോദിക്കണം. അച്ഛന് സുഖമില്ലാത്ത ആയതല്ലേ അച്ഛാ, ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞാ അച്ഛനെ സഹിക്കാൻ പറ്റില്ലെന്നറിയാം, അച്ഛൻ വീണു പോകുമെന്നറിയാം, അതുകൊണ്ടാ ഞങ്ങൾ സത്യങ്ങളൊന്നും അച്ഛനോട് തുറന്നു പറയാതിരുന്നത്. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ അച്ഛാ? ടെൻഷൻ ആവല്ലേന്നോ? എൻ്റെ മോളാ അവിടെ കിടക്കുന്നത്, എൻ്റെ മോളെ കാണാനുള്ള അവകാശം എനിക്കില്ലെന്നാണോ? അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഡോക്ടർ ഇറങ്ങി വരുന്ന ഡോക്ടർ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ ഒന്ന് നിന്ന് ഡോക്ടറെ, ഞാൻ കല്യാണിയുടെ അച്ഛനാ, കല്യാണിക്ക് എങ്ങനെയുണ്ട് ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇത്ര നേരം വരെ ആൾക്കൊരു ബോധവും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ബോധം വീണിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സമാധാനമായി, കാർത്തികയ്ക്കും സമാധാനമാകാണ്. അപ്പോൾ നമ്മൾ പ്രകാശ് ചോദിക്കുകയാണ്, ഡോക്ടറെ ഞാനിന്ന് എൻ്റെ മോളെ ഒന്ന് പോയി കണ്ടോട്ടെ ഡോക്ടറെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ കാണാനായിട്ട് അനുവദിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. പിന്നെ എങ്ങനെയാ ഡോക്ടറെ, ഇവരൊന്നും കല്യാണിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയ കാര്യം എന്നോട് പറഞ്ഞില്ലായിരുന്നു. എൻ്റെ മോളെ എനിക്കൊന്ന് കാണണം, കണ്ടൊന്ന് സമാധാനമാവണം, എന്നാൽ മാത്രമേ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ ഡോക്ടറെ, അതുകൊണ്ട് ഒന്ന് പോയി കാണണം ഡോക്ടറെ എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ കാദംബരി പറയാൻ, ഡോക്ടറെ ആളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം 2 പ്രാവശ്യം അറ്റാക്ക് വന്ന ഒരാളാണ്, അതുകൊണ്ട് കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സഹിക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നത്, ഒന്ന് പോയി കാണാൻ അനുവദിക്കുക ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി, അധികം സമയമില്ല, കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോളാം. ശരി ഡോക്ടറെ, ഞാൻ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോളാം എന്ന് പറയാം. അങ്ങനെ പ്രകാശ് നേരെ ഐസിയിലേക്ക് കയറി ചെല്ലുകയാണ്. കല്യാണിയുടെ ആ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രകാശിന് സഹിക്കാൻ പോലും പറ്റിയില്ല. പ്രകാശൻ നേരെ കല്യാണിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ കൈകളൊന്ന് പിടിച്ചിട്ട് മോളെ കല്യാണി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോഴേക്കും കല്യാണി ഒന്ന് കണ്ണു തുറന്നിട്ട് പതിയെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ തൻ്റെ മുന്നിൽ അച്ഛനിരിക്കുന്നു. അച്ഛൻ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കല്യാണി അച്ഛാ എന്നും പറഞ്ഞിട്ട് വിളിക്കണം. കല്യാണി, ദേ എങ്ങനെയുണ്ട് കല്യാണി, മോൾക്ക് വേദനയുണ്ടോ? എങ്ങനെയുണ്ട് മോൾക്ക് ഇപ്പോൾ? അച്ഛനോട് ആരും ഒരു സത്യം പറഞ്ഞില്ലായിരുന്നു മോളെ, അവർ സംസാരിക്കുന്ന അച്ഛൻ ഒളിഞ്ഞെന്ന് കേട്ടതാ, അങ്ങനെ എൻ്റെ മോൾക്ക് അപകടം പറ്റിയെന്ന് അച്ഛൻ അറിഞ്ഞത് മോളെ എന്നൊക്കെ പ്രകാശൻ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അച്ഛാ, ഞാൻ കണ്ണു തുറന്നപ്പോൾ തന്നെ കണ്ടത് അച്ഛനെയാണല്ലോ അച്ഛാ, സന്തോഷമായ അച്ഛന്ന് പറയാണ്. മോൾക്കൊന്നുമില്ല കേട്ടോ, മോൾക്കിപ്പോൾ വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല അച്ഛാ, എനിക്ക് വേദനയൊന്നുമില്ല, ഈ
ഈ വേദന മാറാനുള്ള ടാബ്ലറ്റൊക്കെ തന്നതുകൊണ്ട് ഇപ്പോൾ വേദനയൊന്നും ഇല്ല അച്ഛാ, ഇപ്പം എനിക്കൊരു കുഴപ്പവും ഇല്ല അച്ഛാ എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോഴേക്കും ഇല്ല, അച്ഛനത് വിശ്വസിക്കില്ല, എല്ലാവരും എന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചാൽ അച്ഛാ കിരണേട്ടൻ എവിടെ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ കിരണേട്ടൻ വരും മോള് സങ്കടപ്പെടണ്ട കേട്ടോ, ടെൻഷൻ അടിക്കണ്ടേ, കിരണ് പെട്ടെന്ന് തന്നെ വരും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഭയങ്കര വെപ്രാളത്തോടു കൂടി തന്നെ അവിടെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണി പറയാണ്, അച്ഛൻ ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, അച്ഛൻ്റെ BP-യും ഹാർട്ടിൻ്റെ ECG-യും ഒക്കെ ഒന്ന് നോക്കണം, അതിനുശേഷം അച്ഛൻ വീട്ടിലേക്ക് പോയാൽ മതി. കൊള്ളാം മോൾ ഈ ഒരു അവസ്ഥയിൽ കടന്നിട്ടും അച്ഛനെക്കുറിച്ചാണോ മോള് ചിന്തിക്കുന്നത്? അച്ഛൻ എന്തെങ്കിലും വന്നോട്ടെ, ഒരു കുഴപ്പമില്ല മോളെ, പക്ഷേ എൻ്റെ മോൾക്കൊന്നും വരാനായിട്ട് അച്ഛൻ സമ്മതിക്കില്ല, അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സമ്മതിക്കില്ല മോളെ, അച്ഛൻ എപ്പോഴും മോൾക്ക് കാവൽ കെട്ടി തന്നെ ഉണ്ടാകും ഇവിടെ തന്നെ എന്ന് പറയാണ്. വേണ്ട അച്ഛാ, ടെൻഷൻ ആവല്ലേ അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കുഴപ്പവും ഇല്ല, ഞാനിപ്പോൾ ഓക്കെയാണ്, പിന്നെ മരുന്നിൻ്റെ സെഡക്ഷൻ കൊണ്ട് ഞാൻ അങ്ങനെ മയങ്ങി പോയതാ അച്ഛാ, ഞാനിപ്പോൾ ഓക്കെയാണ്, അച്ഛൻ വിഷമിക്കല്ലേ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി പറയാ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നേഴ്സ് അങ്ങോട്ട് പറയുന്നത്, അതെ സാറേ, വിസിറ്റേഴ്സിൻ്റെ സമയമല്ല ഇപ്പോൾ, അതുകൊണ്ട് സാറൊന്ന് പുറത്തേക്കൊന്ന് പോകണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനിപ്പോൾ തന്നെ ഇറങ്ങിക്കോളാം, ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഡോക്ടറിനെ വിളിച്ചായിരുന്നു, അതുകൊണ്ട് സാറോട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു, പേഷ്യൻ്റ് അല്ലേ, പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ ആകാൻ പാടില്ല, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വലിയൊരു അപകടത്തിലേക്ക് തന്നെ പോകും, അതുകൊണ്ടാണ് സാറൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാവോ എന്ന് ചോദിക്കുമ്പോൾ, മോളെ കല്യാണി, എങ്കിൽ പിന്നെ അച്ഛൻ പുറത്ത് തന്നെ ഉണ്ടാകുവേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛനെ അറിയിക്കണം മോള് എന്ന് പറയാണ്. അങ്ങനെ കല്യാണിക്ക് ഭയങ്കര സങ്കടം തോന്നുക. അങ്ങനെ പ്രകാശിൻ്റെ ആറ്റയും പറഞ്ഞുകൊണ്ട് ഐസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. കല്യാണിക്കാണെങ്കിൽ ശരിക്കും വേദനയുണ്ട്, അച്ഛൻ്റെ മുന്നിൽ വേദനയില്ലാത്തതുപോലെ നമ്മുടെ കല്യാണി അഭിനയിച്ചതാണ്. അങ്ങനെ പ്രകാശിന് ഇറങ്ങി ചെല്ലുക. പ്രകാശിന് ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് കല്യാണിയെ കണ്ടു അച്ഛൻ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് ഞാൻ കല്യാണിയെ കണ്ടു അച്ഛാ, എങ്കിൽ പിന്നെ അച്ഛൻ വീട്ടിലേക്ക് പോയിക്കോ, ഇവിടെ ICU അല്ലേ, ഒത്തിരി പേരെ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് അച്ഛൻ പോയിക്കോ. ഞാൻ പോവില്ല കാദംബരി, ഇവിടെ കല്യാണി മോൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്, ഞാനല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിവിടെ തന്നെ നിൽക്കും, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ. അച്ഛന് സുഖമില്ലാത്തതാണ്, പറയുന്നൊന്ന് കേക്ക്, കല്യാണിക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങളില്ലേ, നിങ്ങളുണ്ടായിട്ടൊന്നും യാതൊരു കാര്യമില്ല, ഞാൻ തന്നെ വേണം എൻ്റെ കല്യാണിയുടെ മോളുടെ മുന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ. ഇതേ സമയം തന്നെ കാണിക്കുന്നത് ബേഗാസുരനെ ഒരു കാട്ടിൽ, അതൊക്കെ ഇരുട്ടായി, കാട്ടിലിങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. നമ്മുടെ വേലുവിൻ്റെ കയ്യിൽ ഒരു തീപ്പന്തം ഉണ്ട്. ഈ കിരണാണെങ്കിൽ ഇങ്ങനെ രൂക്ഷമായിട്ട് ഈ ബഗാസുരനെ തന്നെ ഇങ്ങനെ നോക്കുക. ബഗാസുരൻ്റെ മുഖത്തും ശരീരത്തൊക്കെ നല്ല മുറിവാണ്, അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ് ബഗാസുരൻ അവിടെ. അപ്പോൾ ഈ കിരൺ പറയാണ്, തീർന്നടാ, നീ തീർന്നു, നിന്നെ ഇവിടെ മൃഗങ്ങൾക്ക് എറിഞ്ഞിട്ട് കൊടുത്ത് ഞങ്ങളിപ്പോൾ തന്നെ പോകാൻ പോവാ, കാരണം ഞങ്ങൾ പകല് പോകാതിരുന്ന എന്താണെന്നറിയാവോ, നീ രക്ഷപ്പെടുമെന്നുള്ളൊരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇതേപോലെ ഗംഗാപ്രസാദിനെ ഒരു കാട്ടിൽ വെച്ച് ഞാൻ ചവിട്ടി തിമിർത്ത് അവരാ ഇഞ്ചപ്പരിവാക്കിയതാ, പക്ഷേ അവൻ മരിച്ചോ ഇല്ലേന്ന് ഞാൻ നോക്കിയില്ലായിരുന്നു, അങ്ങനെയാണ് അവൻ രക്ഷപ്പെട്ടത്, അങ്ങനെ അവൻ കാട്ടിലെ രാജാവായി, ഇവരുള്ളവരെയൊക്കെ അവൻ പറ്റിച്ചു ജീവിച്ചു, പക്ഷേ അവൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ അവനെ കുഴിച്ചിട്ടു, എല്ലാത്തിനും സാക്ഷിയായി ഇവരും എൻ്റെ കൂടെ തന്നെയുണ്ട്. അതേപോലെ നിനക്കിനി സംഭവിക്കാൻ പാടില്ല, നിന്നെ ഇവിടെ ഞങ്ങൾ ഇട്ട് പോവില്ല, കാരണം നിന്നെ കുറച്ചും കൂടി ഇരുട്ടായിട്ട് ഇവിടെ നിന്നിട്ട് പോകുള്ളൂ, അപ്പോഴേക്കും മൃഗങ്ങൾ വന്ന് നിന്നെ കശാപ്പ് ചെയ്യോടാ, അതിനു വേണ്ടി തന്നെ. ഇത് കേട്ട് നമ്മുടെ വേലുവാണെങ്കിൽ, സാറേ ഇവന് ഇപ്പം തന്നെ കത്തിക്കട്ടെ, ഇവനെ കത്തിക്കാനുള്ള അരീശി എനിക്കുണ്ട്, അതേപോലുള്ള ദ്രോഹങ്ങളല്ലേ അവൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത്, പക്ഷേ മൃഗങ്ങളില്ലേ, മൃഗങ്ങൾ ഇവനെ തിന്നണം സാറേ, ഞാനിപ്പോൾ ഇവനെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട് മുഴുവൻ കൊത്തും, അതേപോലെ തന്നെ കുറുനരിയും നരിയും ഒക്കെ കരിഞ്ഞ് ചാമ്പലായി പോവും, അവർക്കൊരാപത്ത് വരാൻ പാടില്ലല്ലോ, ഈ മൃഗങ്ങൾ മാംസം ഭക്ഷിക്കുന്നതേ വിശക്കുമ്പോൾ മാത്രമാണ്, പക്ഷെ ഇവനെ പോലുള്ള മൃഗങ്ങള് അല്ലാതെയും മാംസം ഭക്ഷിക്കും, ക്രൂര മൃഗമാണിവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കിരണ് കാലി വരിക. കിരണാണെങ്കിൽ അവൻ്റെ കാരണം നോക്കിയൊക്കെ കുറേ കൊടുക്കാണ്, കലിപ്പ് അങ്ങോട്ട് തീരുന്നില്ല കിരണിൻ്റെ. അങ്ങനെ അതെ, ഇനി സമയമായി, കാട്ടുനായ്ക്കളുടെയും
ബാക്കിയുള്ള മൃഗങ്ങളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതേ സാറേ, ഇവനൊക്കെ എപ്പോഴേ കടിച്ചു കയറേണ്ടതെന്നറിയാവോ? ഞാനിങ്ങനെ തീപ്പന്തം വെച്ച് നടക്കുന്നത് കൊണ്ടാ മൃഗങ്ങളൊന്നും ഇങ്ങോട്ട് വരാത്തത്. ഇനി നമുക്ക് പോകാനുള്ള സമയമായി സാറേ, അതുകൊണ്ട് നമുക്ക് പോയാലോ എന്ന് ചോദിക്കാണ്. അതെ, നീ ഇനി ഇവിടെ കിടക്കടാ, ഇവിടെ കിടക്കട നീ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ ചവിടുകയാണ്. ബകാസുരൻ നേരെ നിരത്ത് പിടിക്കുകയാണ്. പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് ബകാസുരൻ നിൽക്കുന്നത്. അങ്ങനെ അവരിങ്ങനെ പോകുമ്പോൾ, സാറേ എനിക്ക് വീട്ടിൽ ചെല്ലാൻ തന്നെ ആകെ ടെൻഷനാവുന്നു. അമലിനോട് ഞാനിങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ. സാർ എത്രയും പെട്ടെന്ന് കല്യാണി ചേച്ചിയുടെ അടുത്തേക്ക് പൊയ്ക്കോ. കല്യാണി ചേച്ചിക്ക് സാറല്ലാതെ വേറെ ആരും കൂട്ടില്ലല്ലോ സാറേ, അങ്ങോട്ട് ചെന്നോ എന്ന് പറയുകയാണ്. എനിക്കിനി അമലോട് പറയാൻ പറ്റില്ല, അമലുവിന് സഹിക്കാൻ പോലും പറ്റില്ല. കാരണം കല്യാണി ചേച്ചിയെ അമലുവിന് ഭയങ്കര ജീവനാ. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല സാറേ എന്ന് പറയാണ്. ഞാൻ ഏതായാലും കല്യാണിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ, അവൾക്കൊരാപത്തും വരില്ല. പക്ഷേ ബകാസുരൻ്റെ മരണ വാർത്ത എനിക്കറിയണം. ഈ കടുവകളും ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഇവനെ കടിച്ചു കീറിയെന്നുള്ളൊരു വാർത്ത എനിക്ക് എൻ്റെ ചെവിയിൽ കേൾക്കണം എന്ന് കിരൺ പറഞ്ഞതിന് ശേഷം അവിടുന്ന് പോകണം. എല്ലാവരും പോവാ. അപ്പോൾ ബകാസുരനാണെങ്കിൽ ഒറ്റക്ക്, ദൈവമേ എപ്പോഴാണ് തന്നെ വന്ന മൃഗങ്ങളെ ആക്രമിക്കാമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ പ്രകാശിനെ കാണിക്കുകയാണ്. പ്രകാശനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോൾ കാദംബരി ഒന്ന് വീണ്ടും പറയണം, അച്ഛൻ ഇവിടെ കാവലായിട്ട് നിൽക്കണ്ട അച്ഛാ, അച്ഛൻ പൊയ്ക്കോ അച്ഛൻ എന്ന് പറയണം. ഇല്ല, ബകാസുരനില്ലേ, അവനെ എനിക്ക് കാണണം. അവൻ്റെ പള്ളയ്ക്ക് ഞാൻ തന്നെ വേണം കത്തി കയറ്റാനായിട്ട്. അവനെ എനിക്ക് തീർക്കണം എന്ന് പറയാണ്. കിരണേട്ടൻ ഇപ്പം പോയിട്ടുണ്ടല്ലോ, കിരണേട്ടൻ അവനെ കാണാതെ വരില്ല അച്ഛാ എന്ന് പറയാണ്. വരരുത്, കാരണം എൻ്റെ കല്യാണി മോളുടെ പള്ളയ്ക്കാണ് അവൻ കത്തി കയറ്റിയത്. അപ്പം അവളുടെ പള്ളയ്ക്കും എനിക്കും കത്തി കയറ്റണം. എൻ്റെ കൈ കൊണ്ട് വേണം അവൻ്റെ അന്ത്യം കുറിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാ. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥ നിൽക്കുകയാണ്. പ്രകാശനാണെങ്കിൽ അവനെ കൊല്ലണമെന്ന് പറഞ്ഞ ഇതിൽ നിൽക്കുക. അങ്ങനെ ബകാസുരനെ കാണിക്കുകയാണ്. ബകാസുരനാണെങ്കിൽ കാട്ടിൽ അവസ്ഥപ്പെട്ട് കിടക്കുകയാണ്. എല്ലാ മൃഗങ്ങളുടെ ശബ്ദങ്ങൾ ഇങ്ങനെ കുതിച്ചു വരികയാണ്. ഇനി കാണാനായിട്ട് പോകുന്നത് ബകാസുരൻ ഇഞ്ചപ്പരിവമായിട്ട് പിച്ചി ചീന്തി വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്ന രംഗമാണ് ഇനി കാണാനായിട്ട് പോകുന്നത്. അതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗൻ. ബൈ.